ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ ഒരു പുതിയ വീഡിയോയിലൂടെ പറയാൻ പോകുന്ന കാര്യം എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ ഡെയിലി ഒരുപാട് റീൽസും ഷോർട്സും വാച്ച് ചെയ്യുന്നവരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള റീൽസും ഷോർട്സും വാച്ച് ചെയ്യുക വഴി നമുക്ക് ഒരുപാട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ആപ്പ് വഴി നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാനും അത് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈസിയായി ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റുന്നുണ്ട്. കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വാച്ച് ചെയ്യുക. തുടർന്നും ഇതേപോലുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോക്കുള്ളിലേക്കൊന്ന് പോകാം. ഫ്രണ്ട്സ്, ഈ ഒരു ആപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മണി റീൽസ് എന്നാണ് ഈ ഒരു ആപ്പിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ ആയിട്ട് പിൻ ചെയ്ത് വെക്കാം. ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ അതിൽ നമുക്ക് നമ്മുടെ ഇമെയിൽ ID ഏതെങ്കിലും വെച്ചിട്ട് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. ലോഗിൻ ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് പോകുന്നത് ആ ഒരു റീൽസിൻ്റെയോ അല്ലെങ്കിൽ ആ ഒരു ഷോർട്സിൻ്റെയോ പേജിലേക്കാണ് പോകുന്നത്. അവിടെ നമ്മൾ കാണുന്ന റീൽസ് സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഒരു ചെറിയ പോയിൻ്റ് ആഡ് ആവുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ആഡ് ആവുന്ന പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ കാണുന്ന മണി വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വാലറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നിലവിൽ ഈ കാണുന്ന $5.86 അവിടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡോളർ നമുക്ക് എങ്ങനെ വിഡ്രോ ചെയ്യാം എന്ന് പറഞ്ഞാൽ എയർടിഎമ്മിൻ്റെ അക്കൗണ്ട് ഒന്ന് ക്രിയേറ്റ് ചെയ്താൽ മതി. അതിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് വിഡ്രോ ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ അത് വിഡ്രോ ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ പിന്നെ അവിടെ നിന്നും നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ആപ്പിൽ നിന്ന് ഈ ഒരു ക്യാഷ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടാതെ ഇതേപോലുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഒരു നോട്ടിഫിക്കേഷൻ ബെല്ലൊന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.